അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വഴിക്കാണ് പോകുന്നതെന്ന്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ അന്വേഷിക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ പരിപാടിയായിട്ട് ഇറങ്ങിയതാണ്. ഇന്ന് നമ്മൾ രണ്ടുപേരും രണ്ട് വഴിക്ക് പോവാണ് ഗൈസ്. ഞാൻ ഇന്ന് സോളോ അടിക്കാൻ പോവാണ്. മോനോ മോനോ നല്ല മഴയും അത്യാവശ്യം ഇതേ കണ്ടു, അത്യാവശ്യത്തിലധികം ബ്ലോക്കുമുണ്ട് ഇവിടെ. ഇന്ന് വീക്കെൻഡാ? ഇന്ന് വീക്കെൻഡ് അല്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക്? അതാണ് അതിന്റെ ഒരു ഒരുമിച്ച് പോകാനാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടമെങ്കിലും ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ട് സൈഡിലോട്ടാണ് പോകേണ്ടത്. അപ്പം പിന്നെ എന്തായാലും അത് രണ്ടുപേരുടെയും കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു ഞങ്ങൾ അങ്ങനെ ഇറങ്ങിയതാണ്. ഞാനിങ്ങനെ മിറർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതേ ഒരാളെന്നെ കളിയാക്കാണ് ഗൈസ്. ഒറ്റയ്ക്ക് പോകാൻ എനിക്ക് വലിയ താല്പര്യമില്ലെങ്കിലും പോയാലേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ആശ്വസിക്കുകയാണ് ഗൈസ്. എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുന്നു. ഞാൻ നോർമലി യൂസ് ചെയ്ത ലിപ് ഷെയ്ഡാണ്, പക്ഷേ ലിപ് ലൈനർ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പറയാം. അങ്ങനെ ഞങ്ങൾ ഫ്രഞ്ച് ടോസ്റ്റിലെത്തിയപ്പോൾ ഇവിടെ നിന്നൊരു കോഫിയും കുടിച്ച് എന്തെങ്കിലും സ്നാക്സും കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവിടുത്തെ ആംബിയൻസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉറക്കം വരുന്നുണ്ട്. എപ്പോഴാണ് വീട്ടിൽ പോവാ? എപ്പോഴാണ് വീട്ടിൽ പോവാ അറിയില്ല. ബ്രേസ്ലെറ്റ് എവിടുന്നാ? ഞാൻ ഉണ്ടാക്കിയതാ. ഭയങ്കര സിമ്പിൾ ആയിട്ട് പേൾസ് വരുന്ന പോലെ ഒരു ഗോൾഡൻ പേൾ കോമ്പിനേഷൻ. ഈ ബ്രേസ്ലെറ്റ് എന്തായാലും നിങ്ങൾ നോക്കി വെച്ചോളൂ. കുഞ്ഞുങ്ങൾക്കും വലിയവർക്കൊക്കെ നല്ലപോലെ ഇണങ്ങുന്ന നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു ബ്രേസ്ലെറ്റ് ആണ്. അങ്ങനെ ഞങ്ങളുടെ എഗ് പഫ്സും ഫിൽറ്റർ കോഫിയും എത്തി. ഞാൻ മാത്രമേ കഴിക്കുന്നുള്ളൂ, എനിക്ക് മാത്രമേ ഇത്ര അധികം വിശപ്പുണ്ടായിരുന്നുള്ളൂ. മഴ ആയതുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വിശപ്പായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഫിൽറ്റർ കോഫി നല്ല ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ടാളും നന്നായിട്ട് എൻജോയ് ചെയ്തു. അവിടുത്തെ ആംബിയൻസും അടിപൊളിയായിരുന്നു. അവിടുന്ന് ഞാനൊരു ഊബർ ഓട്ടോ എടുത്ത് നേരെ ബ്രോഡ്വേയിലേക്കാണ് പോകുന്നത്. ഞാൻ ബ്രോഡ്വേയിലെത്തി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. അങ്ങനെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഒന്നിച്ചിരിക്കുകയാണ്. അവിടുന്ന് നേരെ ഞങ്ങൾ ഡിക്കാത്തലോണിലേക്കാണ് പോയത്. ഡിക്കാത്തലോണിൽ കുറച്ച് പർച്ചേസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.